ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിഹാബ് മാവൂര്. അധികവും ഈ പള്ളി, സ്കൂള്, പിന്നെ അമ്പലം, ഈ കല്യാണ വീട്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കാണുന്ന ഫാൾട്ടാണ് മൈക്ക് പിടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അധിക സ്ഥലം പോയാലും സ്പീച്ച് ആണെങ്കിലും സോങ് ആണെങ്കിലും അധികം ആൾക്കാരും മൈക്ക് ഒന്നിക്കിൽ താഴെ പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ പിന്നെ സ്പീച്ചൊക്കെ ആണെങ്കിൽ കാണാം മൈക്ക് സ്റ്റാൻഡിന്മേൽ ഇങ്ങനെ നിൽക്കും. ഇവർ ഇങ്ങോട്ട് നോക്കിയിട്ടും അതുപോലെ ഇങ്ങോട്ട് നോക്കിയിട്ടും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണാം. എൻ്റെ ഒരു അറിവിൽ ഞാൻ ഈ പാടുന്ന സിംഗേഴ്സിനോടൊക്കെ അധികം ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ പിടിച്ചൊക്കെ പാടുന്നത് കാണുമ്പോൾ ഈ മൈക്ക് കഴിയുന്നത് നമ്മൾ രണ്ട് വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ ഈ രണ്ട് ഗ്യാപ്പ് ഇങ്ങനെ പിടിച്ച് പാടിയാൽ നമുക്ക് കറക്റ്റ് ശബ്ദം കിട്ടും. പിന്നെ അതൊരു 3 വിരലായാലും വലിയ പ്രശ്നം വരില്ല. ആ രീതിയിലാണ് പിടിക്കേണ്ടത്. അതുപോലെ ചില ആളുകൾ കാണാം മൈക്ക് ഇങ്ങനെ വായിൽ അടുപ്പിച്ച് പിടിക്കുന്നത്. ഇതൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമ്മൾ ശ്വാസം മയക്കുന്നതും അതുപോലെയുള്ള നമ്മുടെ ശബ്ദം ഭയങ്കര ബാസ് ആയിട്ടായിരിക്കും വരിക. ഭയങ്കര ബാസായിട്ടാണ് സൗണ്ട് ഔട്ട് വരിക. അതിപ്പോൾ ഇനി ഒരു എൻജിനീയർ, ഓപ്പറേറ്റർ ആരുണ്ടെങ്കിലും തിരിച്ചാലും കുറേയൊക്കെ ക്ലിയർ ആവുള്ളൂ. കൂടുതൽ ക്ലിയർ ആക്കാൻ കഴിയൂല. അതുപോലെ ലോങ് പിടിക്കുക, ഇവിടെയൊക്കെ പിടിച്ച് പ്രസംഗിക്കുന്ന ടൈമിന് ഈ ഓപ്പറേറ്റർമാരും എൻജിനീയർമാരൊക്കെ എന്ത് ചെയ്യും, സൗണ്ട് പിന്നെ കൂട്ടാൻ നോക്കും. മിക്സറിൽ മാക്സിമം നല്ലോണം കൂട്ടി വെക്കും. ഈ ടൈമിന് ഒന്നിക്കിൽ ഈ ഔളിങ് വിസിലിങ് വരും, അല്ലെങ്കിൽ നമുക്ക് ഈ പുറത്തുനിന്നുള്ള കാറ്റ് അതുപോലെയുള്ള സൗണ്ടുകൾ, എല്ലാ സൗണ്ടുകളും ഈ മൈക്ക് ക്യാച്ച് ചെയ്തിട്ട് ഔട്ടിൽ വരും. ഒരു സുഖമില്ലാത്ത സൗണ്ടായിരിക്കും കേൾക്കുക. ചെയ്യുന്നത് മൈക്ക് പിന്നെ ഇങ്ങനെ വരുന്ന രീതിയിൽ പിടിക്കുക. സ്പീച്ചൊക്കെ ആണെങ്കിൽ മൈക്ക് സ്റ്റാൻഡിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കഴിയുന്നതും ചേർന്ന് നിന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതേപോലെ അധിക സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നൊരു സംഭവമാണ് ഈ മൈക്കായിട്ട് മെയിൻ സ്പീക്കറൊക്കെ ഉണ്ടാവില്ല, ഔട്ട് വരുന്ന സ്പീക്കർ, അതിൻ്റെ മുമ്പിൽ പോയിട്ട് ബോക്സിന് നേരെ ഇങ്ങനെ പിടിക്കും. അതുപോലെ പിന്നെ മോണിറ്റർ ഉണ്ടെങ്കിൽ അതിനെ താത്തി ഇങ്ങനെ മൈക്ക് മോണിറ്ററിലേക്ക് താത്തി പിടിക്കുന്നത്. ഈ സ്റ്റേജിൽ വരുന്ന ഹൗളിങ്ങിനൊക്കെ മെയിൻ കാരണങ്ങൾ ഈ മൈക്കിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഹൗളിങ് ഒരു പരിധി വരെയൊക്കെ വരുന്നത്. ഇപ്പോൾ സിംഗേഴ്സ് ആയാലും പ്രാസംഗികരായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് മൈക്ക് പിടിക്കുന്ന ഈ കാര്യങ്ങളും അതുപോലെ തന്നെ മോണിറ്ററിൻ്റെ ഔട്ട് സ്പീക്കറിൽ മൈക്ക് പിടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പം പ്രൊഫഷണൽ സിംഗേഴ്സിന് വരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ സ്റ്റേജിൽ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ സിംഗേഴ്സ് പാടുന്ന ടൈമിന് സൈഡിൽ കോറസ് പാടുന്ന സിംഗേഴ്സ് ഉണ്ടാവും. അവരൊന്നിക്കലും സൈഡ് ഫില്ല് വെച്ചാൽ മോണിറ്ററിന് മുമ്പിൽ പോയി മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അവർ പാടുന്ന ടൈമായിരിക്കില്ല, ചിലപ്പം പാട്ടൊക്കെ പാടി അവർ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ വരെ മൈക്കൊന്നും ഓഫ് ചെയ്യാതെ അവരിത് മോണിറ്ററിന് പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന അല്ല ഒരു ഓപ്പറേറ്റർ, എൻജിനീയർ ആരായാലും ചിലപ്പോൾ ഇത് കാണില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഇടയിൽ ഇത് വിട്ടുപോകും ചിലപ്പോൾ ഓഫ് ചെയ്യാൻ. അപ്പോൾ ഈ സിംഗേഴ്സ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്പറേറ്റർമാർക്ക് എൻജിനീയർമാർക്ക് വളരെ ഉപകാരമായിരിക്കും അത്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് മൈക്ക് ഇങ്ങനെ പിടിച്ച് പാടുന്ന കുറേ സിംഗേഴ്സും പിന്നെ അനൗൺസർമാർ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. മൈക്ക് ഇങ്ങനെ പിടിക്കുള്ളൂ, എങ്ങനെ അവരോട് പറഞ്ഞു കൊടുത്താലും, ഇങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞു കൊടുത്താലും ഈ ഗ്രില്ലൊക്കെ മറിച്ച് ഇങ്ങനെ അവർ പിടിക്കുള്ളൂ. അത് ഈ ഔളിങ് സൗണ്ടുകാരെ ഭാഷപരമായ ഫീഡ്ബാക്ക് അത് വരാൻ ഏറ്റവും വലിയൊരു കാരണമാണ് ഇത് ഇങ്ങനെ പിടിക്കുന്നത് തന്നെ. മൈക്ക് ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഔളിങ് വരും. അതുപോലെ തന്നെ അടഞ്ഞ സൗണ്ടായിരിക്കും ഇങ്ങനെ പിടിച്ച് പറയുമ്പോൾ അല്ലെ പാടുമ്പോഴൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.